Hello everyone, this is Sujit Bhaktan from Tech Travel Eat and ഞങ്ങളിപ്പോൾ കൊളുക്കുമല ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നിരിക്കുകയാണ്. കൊളുക്കുമല ട്രിപ്പ് ഈസ് വെരി ഓസം ആൻഡ് കൊളുക്കുമലയുടെ വീഡിയോ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിലത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കാണുക. തീർച്ചയായും കണ്ടിരിക്കേണ്ട പോയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് മൂന്നാറിലുള്ള കൊളുക്കുമല. ഏകദേശം ഒരു 4-5 മണിക്കൂർ എടുക്കും കൊളുക്കുമല ട്രിപ്പ് പോയിട്ട് വരാനായിട്ട്. കൊളുക്കുമല കഴിഞ്ഞിട്ട് ഇന്നിപ്പം വൈകിട്ട് ഇപ്പോൾ ഒരു 5-6 മണി ആയിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യുന്നത് മൂന്നാർ ചിത്തിരപുരത്തുള്ള സ്പൈസ് കൺട്രി എന്ന് പറഞ്ഞൊരു ബഡ്ജറ്റ് റിസോർട്ടാണ്. മൂന്നാറിലുള്ള ബഡ്ജറ്റ് പ്രോപ്പർട്ടീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് എനിക്ക് ധാരാളം റിക്വസ്റ്റുകൾ എനിക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം റിസർച്ച് നടത്തി കണ്ടുപിടിച്ച ഒരു കൊള്ളാവുന്നൊരു പ്രോപ്പർട്ടിയാണ് മൂന്നാറിലുള്ള നമ്മുടെ ഈ സ്പൈസ് കൺട്രി റിസോർട്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം അവിടെ ബുക്ക് ചെയ്തിരിക്കുകയാണ് റൂം. അപ്പം ഞാൻ ഇന്ന് രാത്രി ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്നത് അവിടെയാണ്. അത് റിവ്യൂസ് ഒക്കെ വായിച്ചു നോക്കിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസോർട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതോടൊപ്പം തന്നെ മൂന്നാറിന്റെ കുറെ കാഴ്ചകളും കാണാം. അപ്പോൾ ഇത് മൂന്നാർ തേക്കടി റൂട്ടിൽ തന്നെ ഉള്ള ഒരു സ്ഥലമാണ്. ലോക്കാട്ട് ഗ്യാപ്പ് എന്ന് പറയും. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ ധാരാളം കടകളും കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ മഞ്ഞിറങ്ങി വരുന്ന കണ്ടോ, ഇങ്ങനെ മഞ്ഞിറങ്ങി വരുന്ന ഇങ്ങനെ പോകുന്ന കണ്ടോ. നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞുമാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നല്ല കിടിലൻ മഞ്ഞാണ്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ മൂന്നാർ ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് നിറച്ച് ഗ്യാപ്പ് റോഡാണ്. സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. നിറയെ വലിയ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഫുള്ള് ഗ്യാപ്പ് റോഡാണ്. വെൽഗോ. ഇത് മറ്റൊരു സ്ഥലമാണ് ഈ റൂട്ടിലുള്ളത്. ഇവിടെ മലയിൽ കള്ളൻ ഗുഹ എന്നാണ് പറയുന്നത്, അഥവാ റോക്ക് കേവ്. ഇവിടെ ഇത് ഐതിഹ്യം എന്ന് വെച്ചാൽ ഇവിടെ പണ്ടൊരു കള്ളൻ താമസിച്ചിരുന്നുവെന്നും ആ കള്ളൻ നല്ല ആൾക്കാരിൽ നിന്നും ധനികരിൽ നിന്നും പണം തട്ടിയെടുത്ത് പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തിരുന്നുവെന്നും ആ കള്ളൻ ഇവിടെയാണ് താമസിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ജസ്റ്റ് നോക്കാം. അകത്ത് മൊത്തം ഇരുട്ടായിരിക്കും, എന്നാലും കാണാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കാം. ഇതിനകത്തോട്ട് കയറി പോകണം. അകത്ത് നല്ല ഇരുട്ടാണ്. ആക്ച്വലി ഇതൊക്കെ വൃത്തികേടാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ മൂത്രം ഒഴിച്ച ആൾക്കാർ അതും ഇതും ചെയ്ത് വൃത്തികേടാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ പാറകൾക്കിടയിലൂടെ എല്ലാം ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് നമുക്ക് കാണാം. കണ്ടില്ലേ, ഇതെല്ലാം വെള്ളമുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു ബഡ്ജറ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് മുകളിൽ നിന്ന് താഴോട്ടാണ് ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ വെച്ചിരിക്കുന്നത്. എന്തായാലും റൂമിലോട്ട് പോവാം, നോക്കാം എങ്ങനെയാണ് റൂംസ് എന്നൊക്കെ നോക്കാം. റൂമിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ രാത്രിയിലായതുകൊണ്ട് എനിക്ക് നിങ്ങളെ പുറത്തുള്ള കാഴ്ചകളൊന്നും കാണിക്കാൻ സാധിച്ചില്ല. ഞാൻ ജസ്റ്റ് റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ബാക്കി കാഴ്ചകൾ നമുക്ക് നാളെ രാവിലെ നോക്കാം. എന്തായാലും ദ റൂം ഈസ് ഗുഡ്. നോക്ക്, അത്യാവശ്യം നല്ലൊരു വലിയൊരു കട്ടിലാണുള്ളത്. പിന്നെ ഇതൊരു പഴയ തറവാട് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് കണ്ടില്ലേ പഴയ രീതിയിലുള്ള തട്ട്. മൂന്നാറിലെ റൂംസിലൊന്നും AC-യുടെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഇവിടെ AC ഇല്ല. ഒരു സീലിംഗ് ഫാനുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇതൊരു ബാൽക്കണിയാണ്. വാവ്, ബാൽക്കണി ഈസ് വെരി ഗുഡ്. ഇവിടെ നിന്ന് നമുക്ക് ഹോട്ടലിൻ്റെ ഇതാണ് മെയിൻ ഹോട്ടൽ. ഈ കാണുന്നതാണ് മെയിൻ ഹോട്ടൽ. ആൻഡ് നമ്മളിപ്പോൾ ഉള്ളത് ഹണിമൂൺ കോട്ടേജ്. അത് കുറച്ച് മാറിയാണ് ഇരിക്കുന്നത്. ആൻഡ് ഈ കാണുന്ന രാത്രി കാണുന്ന വെട്ടമെല്ലാം ഓരോരോ ഹോട്ടലുകളും റിസോർട്ടുകളും വീടുകളും ഒക്കെയാണ്. ബാത്റൂം എന്ന് നോക്കാം. ബാത്റൂമിൻ്റെ ദിസ് ഈസ് ദ ബാത്റൂം. ബാത്റൂം ഒരു സ്റ്റാൻഡേർഡ് ബാത്റൂമാണ്. അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ടോയ്ലറ്ററീസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും ഇറ്റ്സ് ഗുഡ്. ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞങ്ങളൊരു 7:30 ആയപ്പോഴാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കുഴപ്പമില്ല, റീസണബിൾ പ്രൈസ് ആയിരുന്നു.
നല്ല ഫുഡായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് വന്ന് കുളിച്ച് ഫ്രഷായിട്ട് കിടന്ന് ഉറങ്ങി. ഇന്നലെ ആകെ കൊളുക്കുമലയൊക്കെ പോയി വന്നതിന് നല്ല ക്ഷീണമായിരുന്നു ഇന്നലെ. പിന്നെ ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് ഇപ്പം ഭക്ഷണം കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നിൽക്കുന്ന റെസ്റ്റോറൻറ്റിലാണ്. റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് വരിക്കാം, പുറത്ത് വരിക്കാം. അപ്പോൾ പുറത്ത് ഇങ്ങനെ ഇരുന്ന് തണുപ്പത്ത് ഈ വ്യൂ ഒക്കെ കണ്ട് ഭക്ഷണം കഴിക്കാനാണ് നല്ല രസമായിരിക്കും അല്ലേ. ഇതെന്റെ റൂമിന്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ്. നമുക്ക് ഇവിടെ കാണാം. ചിത്തിരപുരമാണ് ഏരിയ. ചിത്തിരപുരം ഇവിടെ ധാരാളം റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഏരിയ ആണ് ചിത്തിരപുരം മൂന്നാറിൽ. ശരിക്കും ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ മൂന്നാറിൻ്റെ അത്രയ്ക്കൊരു നല്ലൊരു തണുപ്പോ മഞ്ഞോ കാര്യങ്ങളൊന്നും ഇവിടെ വരില്ല ചിത്തിരപുരം ആയതുകൊണ്ട്. ബട്ട് സ്റ്റിൽ ഡിഫറെൻറ്റ് ഒരു തണുപ്പുണ്ടാവും. പിന്നെ കുറച്ച് ബെറ്റർ, മറ്റുള്ള സ്ഥലങ്ങളെക്കാട്ടി ബെറ്റർ എന്ന് പറയാം. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഇതൊരു ഹണിമൂൺ കോട്ടേജ് ആണ്. പിന്നെ ഈ ഹണിമൂൺ കോട്ടേജ് ഹോട്ടലിൻ്റെ മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ മേളിൽ ഇതിൻ്റെ താഴെ 2 ഫ്ലോർ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് കാണുന്നതാണ് മെയിൻ ബിൽഡിംഗ്. അതിൻ്റെ താഴെയുണ്ട്. പിന്നെ മുകളിലോട്ട് വരുമ്പോഴത്തേക്കിനും അവിടെ ആ കാണുന്ന ഫ്ലോറിൽ കാണുന്ന ഫ്ലോർ റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ അതിൻ്റെ മുകളിലെല്ലാം റൂംസ് ആണ്. കണ്ടില്ല, അങ്ങ് മേളിൽ വരെയുണ്ട്. അവിടെ എല്ലാം അതൊക്കെ ശരിക്കും വാലി വ്യൂ റൂംസ് ആണ്. നല്ല ഭംഗിയായിരിക്കും അവിടെയൊക്കെ നിൽക്കാൻ. കുറച്ചുകൂടെ ഉയരത്തിലാണല്ലോ. ഇതിനോട് താഴെ എന്തോ ഒരു റൂം കാണാം. എനിക്ക് തോന്നുന്നത് ഫാമിലി കോട്ടേജ് ആണെന്ന് തോന്നുന്നു. ഒരു 2 ബെഡ്റൂമെങ്കിലും ഉണ്ടാവണം കണ്ടിട്ട്, വലിപ്പം കണ്ടിട്ട്. താഴെയാണ്. ഇവിടെ നിങ്ങൾ ഫാമിലിയായിട്ട് വരികയാണെങ്കിൽ പോലും മുതിർന്ന ആൾക്കാരും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ലിഫ്റ്റ് സൗകര്യം ഇല്ല. മൂന്നാറിലെ മിക്ക ഹോട്ടൽസ് ഇതേപോലെ താഴ്വാരത്തെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ലിഫ്റ്റ് സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ലിഫ്റ്റിൻ്റെ സൗകര്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ പ്രായമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ അത് ഒഴിവാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് ആക്ച്വലി ശരിക്കും ഒരു ബഡ്ജറ്റ് ഹണിമൂൺ റിസോർട്ടാണ്. ഇതാണ് നമ്മളിന്ന് താമസിച്ച റൂം 211. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. അപ്പോൾ ഇത് ശരിക്കും ഒരു എന്താ പറയുക, ബഡ്ജറ്റ് റിസോർട്ടാണ്. ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഗോവ ബീബോ മേക്ക് മൈ ട്രിപ്പ് പോലുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 1500 രൂപ 1600 രൂപ മുതൽ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് റൂംസ് കിട്ടും. പിന്നെ ഹണിമൂൺ കോട്ടേജ് ആണെങ്കിൽ പോലും ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ 2800 രൂപയ്ക്ക് കണ്ടുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി വർത്ത്. ഹോട്ടലിൽ നേരിട്ട് വിളിച്ച് ചോദിച്ചാൽ റേറ്റ് കൂടുതലായിരിക്കും പറയുന്നത്. അപ്പം ഓൺലൈൻ ബുക്കിംഗ് സൈറ്റുകളിൽ നിന്ന് നിങ്ങൾ എപ്പോഴും ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല റേറ്റിലിട്ട് കിട്ടും. പിന്നെ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടാനും സാധ്യതയുണ്ട് ഹോട്ടലിൽ വിളിക്കുന്നവർക്ക്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കെടുക്കുക. പിന്നെ അതേപോലെ ഹോട്ടൽ ബുക്കിംഗ് ഗോവ ബീബോ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ താഴെ എൻ്റെ ഒരു റെഫറൽ കോഡ് കൊടുക്കുന്നുണ്ട്. ആ റെഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 2000 രൂപീസ് ഗോ ക്യാഷ് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത ബുക്കിംഗ്സിൽ റിഡീം ചെയ്യാനും സാധിക്കും. പുറമേ നിന്ന് റോഡിൽ കൂടെ നോക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒരു 2 മുറിയുള്ളൊരു ഇതുപോലെ തോന്നുന്നു, ബിൽഡിംഗ് പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഇത് ആക്ച്വലി പണിതിരിക്കുന്ന റോഡിൽ നിന്ന് താഴോട്ടാണ് പണിതിരിക്കുന്നത്. ആ കാണുന്ന ഏറ്റവും മുകളിലാണ് റോഡ്, അതിന് താഴെയാണ് ഈ ബിൽഡിംഗ് പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇറ്റ്സ് എ ഹ്യൂജ് വണ്ണായിട്ടില്ല. നിങ്ങൾക്ക് തന്നെ ഞാൻ നോക്കിയിട്ട് തന്നെ കാണാം. എനിക്ക് തോന്നുന്നു ഒരു 40-40 റൂംസ് എങ്ങാനും ഇവിടെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് പുറമേ നോക്കുമ്പം വ്യൂ ഇല്ലാന്നുണ്ടെങ്കിലും ഇവിടെ ബാക്കിൽ നിന്നാണ് ശരിക്കും ഇതിൻ്റെ വ്യൂ കിട്ടുന്നത്. ഇവിടെ താഴെ ശരിക്കും ഒരു വാലി വ്യൂ തന്നെയാണ്. ഈ വിവിധ വർണ്ണങ്ങളിലുള്ള നല്ല നല്ല ചെടികൾ ഇവിടെ മൂന്നാറിൽ എല്ലാ സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. മിക്ക ഹോട്ടൽസിലും ഇതൊരു പ്രത്യേകത തന്നെയാണ്. ഊഞ്ഞാലെപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ് തന്നെയാണ്. അപ്പോൾ എവിടെ ചെന്നാൽ ഊഞ്ഞാല് കാണുകയാണെങ്കിൽ ഞാൻ കയറിയിരുന്നതാണ്. കൊച്ചുകുട്ടികളെ പോലെ എൻ്റെ മനസ്സ് ഇപ്പോഴും കൊച്ചുകുട്ടിയുടെ ഒരു മനസ്സ് തന്നെയാണ്. ശരിക്കും നമ്മളുടെ യാത്രകളിലുടനീളം നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും.
ഇവിടുത്തെ മറ്റൊരു അഡ്വാൻറ്റേജ് ശരിക്കും ഇവിടുത്തെ ഫുഡ് തന്നെയാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് ലഭിക്കുന്നുണ്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ. അത് മൂന്നാറിലെ ഈ ഭാഗത്തുള്ള ഹോട്ടൽസിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ മണി 12 മണിയായി, കുറച്ച് ലേറ്റായി. ഇന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുറത്തുനിന്ന് നോക്കുമ്പം ഇത്രയേ ഉള്ളൂ, ആകെ 2 നില ഇതാണ് കാണുന്നത്, സ്പൈസ് കൺട്രി റിസോർട്ട്. പക്ഷേ ഇതിൻ്റെ താഴോട്ടാണ് ഇത് ഫുള്ള് പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം മണി 12 മണിയായി. ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. ആൻഡ് ചെക്കൗട്ട് ചെയ്തിട്ട് ഞാൻ ഇന്ന് അടുത്തായിട്ട് പോകുന്നത് മൂന്നാറിൽ തന്നെയുള്ള ബൈസൺ വാലിക്ക് സമീപമുള്ള ഡ്രീം ക്യാച്ചർ പ്ലാന്റേഷൻ റിസോർട്ട് എന്നൊരു സ്ഥലത്തേക്കാണ്. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ട്രീ ഹൗസുകളാണ്. അതും നല്ല ടീ എസ്റ്റേറ്റുകളിലൊക്കെ നല്ല വ്യൂ കിട്ടുന്ന നല്ല അടിപൊളി ട്രീ ഹൗസുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടുത്തെ അട്രാക്ഷൻ ട്രീ ഹൗസ് ആണ്. അവിടെ എനിക്ക് ഒന്ന് 5-6 ട്രീ ഹൗസുകൾ അവിടെ ഉണ്ടെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ എനിക്കൊന്ന് മൂന്നാറിൽ ഏറ്റവും കൂടുതൽ ട്രീ ഹൗസ് ഉള്ളത് അവിടെ തന്നെയാണെന്ന് തോന്നുന്നത്. I'm sure it will be a beautiful place and I can enjoy a peaceful holiday. അപ്പോൾ എന്തായാലും സ്പൈസ് കൺട്രി റിസോർട്ട് എന്ന ഈ ബഡ്ജറ്റ് പ്രോപ്പർട്ടിയുടെയും മൂന്നാറിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. മലയാളത്തിലുള്ള നല്ല അടിപൊളി ട്രാവൽ വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ടെക് ട്രാവൽ ഈറ്റ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ടെക് ട്രാവൽ ഈറ്റ് എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് സുജിത് ഭക്തൻ സൈനിങ് ഓഫ് ഫ്രം മൂന്നാർ.